കഴിഞ്ഞ ദിവസം പെയ്ത ശക്ത മഴയിൽ ആറന്മുള ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. അപ്പോൾ അതിനുശേഷം തൊട്ടടുത്ത ദിവസമാണ് ഞങ്ങളിപ്പോൾ ഒന്ന് രാവിലെ ആറന്മുള ഭാഗത്ത് എത്തിയത്. അപ്പം ഇവിടെ രണ്ടുപേരെ ഞങ്ങൾ കണ്ടു. ഒന്ന് പാറുവും ഒന്ന് അതിൻ്റെ ഉടമസ്ഥയായ ചേച്ചിയെയും. രാവിലെ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ റോഡിൻ്റെ സൈഡിലൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ രാവിലെ കെട്ടിയായിരുന്നു ചേച്ചി പശുവിനൊക്കെ കറക്കുന്നുണ്ടായിരുന്നു. ചേച്ചീൻ്റെ വീട് എവിടെയായിരുന്നു ചേച്ചി? പേരെങ്ങനെയായിരുന്നു ചേച്ചിയുടെ? പ്രസന്ന. എവിടെയായിരുന്നു വീട് വരുന്നത്? വീട് തോണ്ടല്ല അവിടെ. എപ്പോഴാണ് ഇങ്ങോട്ട് മാറിയെന്നല്ലേ? ഇന്നലെയല്ല മാറിയിട്ട് 2 ദിവസമായി. 2 ദിവസമായി. മിനിഞ്ഞാന്ന് രാത്രി 2:30 ആയപ്പോ വീട്ടിൽ വെള്ളം കയറാൻ തുടങ്ങി അല്ലേ? വീട്ടിൽ വെള്ളം കയറിയപ്പോ ഞങ്ങൾ ഇതിനെല്ലാം കൊണ്ട് കരയിൽ കയറി. അന്ന് മുതൽ ഇവിടെയാണോ? അന്ന് മുതൽ ഇവിടെ. അപ്പോൾ എന്തെങ്കിലും സ്കൂളിലാ താമസിക്കുന്നത്, പശുവിനെ ഇവിടെ കിട്ടുന്നത്. അപ്പം വീട്ടിൽ നിന്ന് വലിയ രീതിയിൽ അവിടെ വെള്ളം കയറിയ സമയത്താണ് എല്ലാവരെയും പശുവിനടക്കം അടുത്തറ്റം വെള്ളം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയില് അവിടെ നിന്ന് ഇവരെ പിന്നെ അവരെ ആൺപിള്ളേർ കൊണ്ട് കയറി, ഞങ്ങൾ പുറകെയും കയറി വന്നു. ഇപ്പോൾ ഇവിടെ കെട്ടുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇവിടെ കെട്ടുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം അവർ വർക്ക്ഷോപ്പിന്റെ ഇതില്ല കിട്ടുന്നത്. പിന്നെ അവരുടെ മനസ്സുകൊണ്ട് കൊണ്ട് കെട്ടാൻ പറഞ്ഞുകൊണ്ട് കൊണ്ട് കിട്ടിയത്. ഇത് മഴ നനഞ്ഞു നിന്ന് വിറക്കി വരുന്ന വിറയ്ക്കുന്നേ കണ്ടും കൊണ്ടാ ഇവിടെ കൊണ്ടുവന്ന് കെട്ടാൻ പറഞ്ഞ്. അങ്ങനെ ഇവിടെ കൊണ്ട് കെട്ടി. അപ്പം ഭക്ഷണമൊക്കെ എങ്ങനെയാണ് എത്തിക്കുന്നത്? ഭക്ഷണം പകുതി പട്ടിണിയാ. പിണ്ണാക്കില്ല കൊടുക്കാനെ കൊണ്ട്. പിന്നെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഒരുപിടി പോയ ചേർത്തുകൊണ്ട് വന്ന് കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. ഇപ്പം ഇനിയിപ്പോൾ അങ്ങ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റും? അതറിയത്തില്ല. വെള്ളം ഇങ്ങനെ കയറി കിടക്കുമല്ലേ. ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരാൾ വെള്ളം കാണും. ആ വെള്ളത്തിൽ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും 2 ദിവസം എടുക്കുമായിരിക്കും. ഇനിയും വെള്ളം കയറി വന്നില്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ നമുക്കറിയത്തില്ലല്ലോ. പാറുവിനെ കറക്കുന്ന പാലൊക്കെ പിന്നെ ഇവിടുന്ന് സൊസൈറ്റി എടുക്കുന്നുണ്ടോ? ഇവിടുന്ന് ഇപ്പം എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സൊസൈറ്റിയിലല്ല, ഇത് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആർക്കും 4 വശം വെള്ളമല്ലേ, ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത് എല്ലാവർക്കും കൂടെ എടുക്കുക. ഇപ്പം നിങ്ങൾ വലിയൊരു മനസ്സാണ്. കാരണം പശുവിനെ കൂടെ കൂട്ടിയിട്ടാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത് വരുന്നത് അല്ലേ? അതെ, സത്യം. ആദ്യം പശുവിനെയാണ് കയറ്റിയത്. അത് കഴിഞ്ഞ് പുറകെ ഞങ്ങൾ കയറിയത്. പ്രാണികൾ പലരും ഇത് വെള്ളപ്പൊക്ക സമയത്തൊക്കെ പലർക്കും നഷ്ടമാറും. പക്ഷെ അതിനൊക്കെ ചേർത്ത് പിടിച്ചാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങൾ ഇതുങ്ങളെ ആദ്യം കയറ്റി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയില്ല. ഇതുങ്ങൾ കയറിയില്ല, ഞങ്ങളും അവിടെ ഇരുന്നേനി. അത് അങ്ങനെ അത്രയും വെള്ളത്തിലിരുന്നത്. എത്ര പശുണ്ട് വീട്ടില്? 2 എണ്ണം. രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്നു. കൊണ്ടുവന്നു. 2 പേര് വന്ന് അവളും ഒന്ന് വിടും. ഇത് പാറു അതോ? ഇത് പാറു, അത് സുന്ദരി. എന്തായാലും ചേച്ചി പാറുവിനും സുന്ദരിയുമായിട്ടാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വെള്ളം കയറിയ സമയത്ത് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അവർ പറയുന്നത് പശുവിന് ഭക്ഷണം പകുതി കുറഞ്ഞു എന്നാണ്. പിണ്ണാക്കൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു ക്ഷീണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്യാമറാമാൻ രാജീവ് രാജ്യത്തിനൊപ്പം രജീഷ് നരുക്കുനി, മീഡിയ 1, പത്തനംതിട്ട.